കോഴിക്കോട് ജില്ലയിൽ നിന്ന് നിലമ്പൂർ വഴിക്ക് ഗൂഡല്ലൂർക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു കാഴ്ച കണ്ടത്. ഇവിടെ നിറച്ച് മുള പൂത്തിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 3-4 സ്ത്രീകൾ ചേർന്നിട്ട് മുളയരി ശേഖരിച്ചിട്ട് അതിനെ സോർട്ട് ചെയ്തിട്ട് ചാക്കിലാക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് ഇറങ്ങി ചെന്നിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ മുളയുടെ ആയുസ് തീരുമ്പോഴാണ് ഇത് പൂത്തിട്ട് ഇതിൽ സീഡ്സ് ഉണ്ടാവുന്നത്. അതായത് അടുത്ത ചെടി ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള സീഡ്സ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ മുളയരിയായിട്ട് എടുക്കുന്നത്. ഇത് ഇവർ ട്രൈബൽസാണ്. ഇവർ ഇതിൻ്റെ ഒരു സീസൺ അറിഞ്ഞിട്ട് ഇവിടെ വന്ന് അന്നേരം ഈ ഏരിയ എല്ലാം ക്ലീൻ ചെയ്തിട്ട് അവർ ഓരോ ദിവസം വന്നിട്ടും വീഴുന്ന ഉണങ്ങിയ മുളയരി എല്ലാം ശേഖരിച്ച് അത് കാലുകൊണ്ട് മെതിച്ചിട്ട് മുറം വെച്ച് ചേറി നല്ല ക്ലീൻ ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. നമുക്കത് ഒന്നും കൂടി ഉണക്കി അതിൻ്റെ ഉള്ളിലെ അരിയാണ് നമ്മൾ പാക്ക് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത്. കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷേ ഇവരുടെ ഈ കഷ്ടപ്പാട് കാണുമ്പം അത്ര കോസ്റ്റ്ലി ആയിട്ട് നമുക്ക് തോന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഈ മുളയരി ഒരുപാട് ഔഷധ പ്രാധാന്യമുള്ള ഒന്നും കൂടിയാണ്. പിന്നെ നമ്മൾ പായസം വെക്കാനൊക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ ഒരു പൂവുണ്ടായിട്ട് അത് ഉണങ്ങി അതിൻ്റെ ഉള്ളിലെ അരി എടുത്തതിന് ശേഷം പിന്നെ ഈ മുള നശിച്ചു പോകും അത്രേ. അങ്ങനെയാണ് മുളയുടെ ആയുസ്സിൻ്റെ അവസാന ഘട്ടത്തിലാണ് മുള പൂക്കുകയും അതിൻ്റെ ഉള്ളിൽ അരികൾ ഉണ്ടാവുകയും ചെയ്യുന്നത്.